നമ്മളിങ്ങനെ പേടിച്ചു കൊടുക്കുന്ന നാണക്കേടല്ലേ സാർ? അല്ലാതെ എത്ര എണ്ണത്തിന് വെടിവെച്ച് കൊല്ലൂടോ? തിര തീർന്നാ കിട്ടാനുണ്ടോ? ഭക്ഷണമുണ്ടോ? പുറമേക്ക് വിവരം അറിയിക്കാൻ നിവൃത്തിയുണ്ടോ? കലക്ടർ പറഞ്ഞതാ. വാ. വേഗം നോക്കി. ആ തോമസും ഇച്ചുക്കോക്കും പാഞ്ഞ് കഴിച്ചിലായില്ലേ? കണ്ടം കണ്ടോയിട്ട് വെട്ടി നുറുക്കണ്ടി ഞങ്ങളെ. പോണ പോക്കില് പരപ്പരങ്ങാടി മുതല് ചെട്ടിപ്പടി വരെ ഓല് വെടിവെച്ചേക്കണ്. ഞമ്മടെ കൂട്ടത്തില് 10 എഴുതണം മയ്യത്തായിന്നും കേട്ട്. തിരൂരങ്ങാടിയിൽ ലവക്കുട്ടിയും കുഞ്ഞാലും എന്തെടുക്കാണ്? അതിന് ഓല പറഞ്ഞിട്ട് കാര്യമില്ല ആചാരെ. അരിവാളും കൊടുവാളും കൊണ്ട് പട്ടാളത്തിന്റെ നേരെ ചെന്നാ നേടൂല. ഇനി പോയ പട്ടാളം തിരിച്ചു വന്നൂടാന്നില്ല. നമ്മൾ കരുതണം. എത്തായി പറയണ്? പട്ടാള വണ്ടി വരാൻ സമ്മതിക്കാണ്ട് നമ്മൾ തടയണം. റെയിൽ മാത്രം പോരാ, നേരത്തും പാലം ഒക്കെ പൊളിക്കണം. അതിന് മുമ്പ് നമുക്ക് വേണ്ട തോക്കാണ്. തോക്കുണ്ടാക്ക അതിനൊക്കെ താമസം പിടിച്ചു ആചാരെ. ഈ ദേശത്ത് ഇല്ലത്തും കൊലത്തൊക്കെ ഉണ്ടല്ലോ, നമുക്കത് പിടിച്ചെടുക്കാം. ചോദിച്ചു വാങ്ങിയാ മതി. കൂട്ടത്തിൽ വിത്തിക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? അതിന് നെല്ല അരിയ കൂട്ടാൻ വെക്കാൻ എന്താ കിട്ടുക? ചോദിച്ചു വാങ്ങ. ഹാജിയാരെ, ഇന്നലെ രാത്രി പൂക്കോട്ടൂരിന്ന് മമ്മദും കൂട്ടരും നിലമ്പൂർക്ക് പുറപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ അവർ കോവിലകം കൈയേറി 10-14 പേരെ വെടിവെച്ച് കൊന്നു എന്നാണ് കേട്ടത്. ലഹളക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തിരുമുൽപ്പാടാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. മമ്മദ് കാക്ക് നിലമ്പൂർ കൊലത്തുകാരുടെ പകയുണ്ടാവും. അച്ചേലേക്കാണല്ലോ മൂപ്പരോട് ഓല് കാണിച്ചത്. അത് തീർക്കേണ്ട സമയമല്ലടോ ഇത്. അത് തടയണം ഹാജിയാരെ. നമ്മളല്ല, ആലി മുസ്ലിയാര്. ഇന്നലെ രാത്രി തൊട്ട് നിലമ്പൂര് മാത്രമല്ല, മണ്ണാർക്കാട്, തിരൂര്, പൊന്നാനി, ചമ്രവട്ടം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ മതിമറന്ന് പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാല് നാട്ടുകാര് തമ്മിലാവൂലേ മുസ്ലിയാരെ യുദ്ധം?